വെൽക്കം ബാക്ക് ടു ജോർജ് ദ ഇന്ത്യൻ ഫാമർ. ഈ വീഡിയോ തൃശ്ശൂരിൽ കിഴക്കേക്കോട്ടയ്ക്ക് അടുത്ത് കിഴക്കമ്പാട്ടുകരയുള്ള SNA ഔഷധശാല അവരുടെ ക്യാമ്പസിനകത്ത് ചെയ്തിട്ടുള്ള ആയുർവനം എന്ന പ്രോജക്റ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ ഈ കാണുന്നത് SNA ഔഷധശാലയുടെ നഴ്സിംഗ് ഹോമാണ്. വെട്ടുകല്ലിലാണ് ഈ കെട്ടിടം തീർത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുമ്പിലായിട്ട് ഇവിടെ ഒരു വെട്ടുകല്ലിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു ഉരുളിയുണ്ട്. അതിനകത്ത് താമരയും മീനുകളും ഒക്കെ ഉണ്ട്. ഇതാണ് SNA ഔഷധശാലയുടെ പ്രധാന കെട്ടിടം. ടിപ്പിക്കൽ ഒരു കേരള വാസ്തുവിദ്യ സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള ഒരു തറവാടാണ്. അത് ഇപ്പോൾ അവരുടെ മെയിൻ ഓഫീസാണ്. ഇതാണ് ഈ പറയുന്ന ആയുർവനം പ്രോജക്റ്റ്. ഇത് 12 സെൻറ്റ് ആണ് ടോട്ടൽ ഇതിൻ്റെ ഏരിയ വരുന്നത്. അപ്പോൾ ഈ ആയുർവനം ചെയ്തിട്ടുള്ളത് മിയവാക്കി കൺസെപ്റ്റ് നിങ്ങൾ പലർക്കും അറിയുന്നുണ്ടാവും. അക്കിര മിയവാക്കി എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ബോട്ടണിസ്റ്റാണ് അതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയാം. അദ്ദേഹം ചെയ്തത് വളരെ കുറച്ച് സ്ഥലത്ത് ക്ലോസ് ആയിട്ട് പലതരം ചെടികളും പ്ലാന്റുകളൊക്കെ അധികം ലോക്കലി വളരുന്ന ചെടികളാണ് ആൾ യൂസ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന മിയവാക്കി കൺസെപ്റ്റ് പ്രധാനമായിട്ടും അർബൺ ഏരിയാസിനെ ഉദ്ദേശിച്ചാണ്. ഫോറസ്റ്റ് എന്ന് പറയുന്നത് അർബൻ ഏരിയാസിൽ പച്ചപ്പ് കുറവായതുകൊണ്ട് ആ ഒരു ഗ്രീനറി അതിൻ്റെ ആ ഒരു ഏരിയ സിറ്റിയിൽ കൂട്ടിക്കൊണ്ടുവരാനായിട്ടുള്ള ഒരു കൺസെപ്റ്റായിരുന്നു അത്. റെസിഡൻഷ്യൽ അല്ലെങ്കിൽ സിറ്റി അർബൻ ഏരിയാസിലാണ് അത് പ്രധാനമായിട്ടും ഈ കൺസെപ്റ്റ് ഇന്ന് ലോകത്ത് പലയിടങ്ങളിലും ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് 12 സെൻറ്റ് ഞാൻ പറഞ്ഞു. 65ഓളം സ്പീഷീസ് ചെടികൾ ഈ 12 സെൻറ്റിൽ. സ്പീഷീസ് ചെടികൾ എന്ന് പറയുമ്പോൾ 65 സ്പീഷീസ് അനേകം ചെടികളുണ്ട്, മരങ്ങളുണ്ട്. ഇതൊക്കെ തദ്ദേശീയമായിട്ട് സോഴ്സ് ചെയ്തതും നമ്മുടെ കേരളത്തിൽ വളരുന്നതുമായിട്ടുള്ള ചെടികളാണ് അല്ലെങ്കിൽ മരങ്ങളാണ്. കാട്ടുചെടികളും കാട്ടുമരങ്ങളും ഔഷധ ചെടികളും, പ്രധാനമായിട്ടും ഔഷധ ചെടികളും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞ 12 സെൻറ്റ് സ്ഥലത്തു നിന്ന് JCB ഉപയോഗിച്ച് 1 മീറ്റർ ആഴത്തിൽ മണ്ണ് JCB കൊണ്ട് എടുത്ത് പുറത്തേക്ക് ഇട്ടു. ആ മണ്ണിൽ ഈ ചെടികൾ വെക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനാവശ്യമായിട്ട് വളരാൻ ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ അല്ലെങ്കിൽ ജൈവവളങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ മണ്ണ് തിരിച്ച് ആ കുഴിയിലേക്ക് തിരിച്ചിടേണ്ടത്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഉമി, ചകിരിച്ചോറ്, അതുപോലെ ചാണകപ്പൊടിയും ബയോ കമ്പോസ്റ്റും. ഈ പറഞ്ഞ 4 ഘടകങ്ങളും 5000 കിലോ വീതം ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഈ മണ്ണിൽ. അപ്പോൾ ഉമി നിങ്ങൾക്കറിയാം, ഉമി മണ്ണിലേക്ക് ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതുപോലെ ചകിരിച്ചോറ് വേരോട്ടത്തിന് വളരെ നല്ലതാണ്. വായുസഞ്ചാരം, മണ്ണിൽ വായുസഞ്ചാരം ഉണ്ടാവാനും നല്ലതാണ്. ചാണകപ്പൊടി ഓഫ് കോഴ്സ് നൈട്രജൻ്റെ വലിയൊരു സോഴ്സാണ്. പിന്നെ ബയോ കമ്പോസ്റ്റ്, ഇതൊക്കെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളതാണ്. പ്രധാനമായിട്ടും പിന്നെ വെള്ളത്തിനുള്ള സോഴ്സാണ് ഈ കാണുന്നത്, വലിയൊരു കുളം. അപ്പോൾ ഈ SNA ക്യാമ്പസിനകത്ത് തന്നെയാണ് ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ ഡോക്ടർ വാസുദേവൻ മൂസ് താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇല്ലാണ് ഇതാ കാണുന്ന, നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതിൻ്റെ പിറകിൽ അദ്ദേഹത്തിൻ്റെ വീടുണ്ട്. അപ്പോൾ ഇത് ഈ മണ്ണ് ഇതെല്ലാം മിക്സ് ചെയ്ത് തിരിച്ച് പറയുന്ന 12 സെൻറ്റിൽ നിന്ന് എടുത്ത മണ്ണ് അതിലേക്ക് തന്നെ തിരിച്ചിടുകയും അതിന് ശേഷമാണ് ഈ ചെടി പ്ലാന്റ് ചെയ്തത്. അപ്പോൾ ഈ മണ്ണ് ലെവൽ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ കരിയില നിരത്തിയിട്ടുണ്ട്. അത് അത്യാവശ്യം തിക്കായിട്ട് തന്നെ കരിയില ഉണ്ട്. അപ്പോൾ ആ കരിയില ശരിക്കും പറഞ്ഞാൽ വീണ്ടും ഒരു എന്താ പറയുക, വെള്ളം നനയ്ക്കുമ്പോൾ ആ വെള്ളം വലിച്ചെടുത്ത് ചെടികൾക്ക് കൊടുക്കാനും അവിടെ സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ കരിയില നിരത്തുന്നത്. പിന്നെ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ മേലെ വൈക്കോലും ചെന്നിട്ടുണ്ട്. അപ്പോൾ ഈ വൈക്കോലും കരിയിലൊക്കെ കൂടി പെട്ടെന്ന് വെള്ളം എന്താ പറയുക, നീരാവിയായിട്ട് പോവുമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഫെബ്രുവരി മാസം എന്നൊക്കെ പറഞ്ഞാൽ നല്ല കനത്ത ചൂടാണ്. അപ്പോൾ ആ വെള്ളം ആ വെള്ളം സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സ്റ്റോർ ഹൗസ് എന്ന് പറയാം. ഇതിനെല്ലാത്തിനും നല്ല കമ്പുകൾ കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളർന്നു വരുമ്പോൾ ആ കമ്പിനോട് ചേർത്ത് കെട്ടി കൊടുക്കുകയും എല്ലാം സ്റ്റഡി ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് മേലേക്ക് വളർന്നു വരാനായിട്ട് ഒരേ ഹൈറ്റിലുള്ള കമ്പുകൾ എല്ലാം വളരെ പ്ലാൻഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ചെയ്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ ജീവാമൃതം,
അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജീവാമൃതം എന്ന് പറയുമ്പോൾ അതിൽ പച്ചച്ചാണകമുണ്ട്, ഗോമൂത്രമുണ്ട്, ശർക്കരയുണ്ട്, പഴത്തൊലിയുണ്ട്, അതുപോലെ ചെറുപയറിൻ്റെ പൊടിയും ഇതെല്ലാം കൂടി നല്ല മണ്ണ്, അത് കാട്ടിൽ നിന്ന് സോഴ്സ് ചെയ്തിട്ടുള്ള മണ്ണാണ്. ഈ മണ്ണിനകത്ത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് 8 ദിവസത്തോളം ഫെർമെൻറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ പറയുന്ന ജീവാമൃതം. അപ്പോൾ ഈ ജീവാമൃതം ശരിക്കും പറഞ്ഞാൽ അത് തന്നെ മതി ചെടികളുടെ വളർച്ചയ്ക്ക്. പിന്നെ ഈ നനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ അടുത്ത മൺസൂൺ ജൂണിൽ വരുമ്പോൾ നല്ല വളർച്ച ഇവർക്ക് കിട്ടും. ഒരു 1-1.5 കൊല്ലത്തിനുള്ളിൽ തന്നെ ഇത് അത്യാവശ്യം ഒരു വലുപ്പത്തിലേക്ക് ഈ പറയുന്ന ചെടികളും മരങ്ങളൊക്കെ വരും. അപ്പോൾ ഇതിൽ ശരിക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു 65ഓളം സ്പീഷീസ് മരങ്ങൾ അല്ലെങ്കിൽ ചെടികൾ വന്നിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇതിൻ്റെ ആ ലിസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ഗന്ധരാജൻ, ചെത്തി, കരിങ്കുറിഞ്ഞി, മരുന്ന് ചെത്തി, നന്ദ്യാർ വട്ടം, മഞ്ഞ മന്ദാരം, എരുക്ക്, അരളി, ചെമ്പരത്തി, ആറ്റുചമ്പ, മലിഞ്ഞി. ഇതിൽ ചില പേരുകളൊന്നും എനിക്കും വലിയ പരിചയമില്ല. ഞാൻ ചിലതൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതിൽ ഈ മരങ്ങളും ചെടികളൊന്നും ഞാൻ കണ്ടിട്ടുമില്ല പലതും. അപ്പോൾ വായിക്കുമ്പോൾ ഇതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. നെല്ലിയുണ്ട്, അശോകമുണ്ട്, അത്തിയുണ്ട്, കരിങ്കോട്ട, പൂവരസ്, കരിമരം, പുത്രൻജീവ, കൂവളം, ദന്തപ്പാല, ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കാട്ടുജാതി, കായാമ്പൂ, കനകച്ചെമ്പകം, കണിക്കൊന്ന, കറിവേപ്പ്, കറുവപ്പട്ട, മരോട്ടി, നാരകം, പ്ലാശ്, വീട്ടി, ഇലഞ്ഞി, പലകപ്പയ്യാനി, സോപ്നട്ട്, ഇത് ഞാൻ കേൾക്കാത്തൊരു പേരാണ്, അടക്കപ്പൈൻ, ആര്യവേപ്പ്, അയിനിപ്ലാവ്, ഇതിൽ ഫ്രൂട്ട് ട്രീസും ഉണ്ട് ചിലത്, കാരൽപ്പഴം, ചടച്ചി, ഇലപ്പ, കാരകിൽ, കുടംപുളി ഉണ്ട്, മണിമരുത്, പൂവം, പുന്ന, ഉങ്ങ്, പ്ലാവുണ്ട്, മാവുണ്ട്, മഞ്ചാടി, മട്ടി, നീർമരുത്, ഞാവൽ ധാരാളമുണ്ട്, ഞാൻ കണ്ടു, വേങ്ങ, മുള്ളങ്കൈനി, പാലി, വെള്ളകിൽ, ആറ്റുതേക്ക്, പനച്ചി, താന്നി, വെള്ളപ്പൈൻ, തമ്പകമൊക്കെ നല്ല മരമാണ്. മരം എന്ന് പറഞ്ഞാൽ കാട്ടിലുണ്ടാവുന്ന മരങ്ങൾ, അതുപോലെ തന്നെ ഫർണിച്ചറും മറ്റും ഉണ്ടാക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ കാട്ടിലുണ്ടാവുന്ന മരങ്ങൾ കേരളത്തിലെ ഫോറസ്റ്റുകളിൽ, അതുപോലെ ആയുർവേദ മരുന്ന് ചെടികളുണ്ട്, പഴച്ചെടികൾ, ഏതാനും പഴച്ചെടികളുണ്ട്, എല്ലാം മിക്സ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 1 മീറ്റർ തുടങ്ങി 50 മീറ്റർ വരെ ഉയരത്തിലേക്ക് പോകാവുന്ന മരങ്ങൾ, വൻ മരങ്ങൾ വരെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ കാണുന്ന പ്രദേശത്ത് SNAയുടെ ക്യാമ്പസും അതിന് പിറകിൽ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്ന വീട്ടുകാർക്കും ഒക്കെ ഇവിടെ വളരെ ഭംഗിയായിട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ ഇത്ര നല്ലൊരു കാഴ്ച വേറെ കിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയ ജൈവ ആവാസ വ്യവസ്ഥ തന്നെ ഇപ്പോൾ രൂപപ്പെടും അടുത്ത 1-2 കൊല്ലത്തിനുള്ളിൽ. പലതരം ജീവജാലങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രാണികൾ മുതൽ പക്ഷികളും അതുപോലെ പൂമ്പാറ്റകളും പിന്നെ ചെറിയ ജന്തുക്കൾ എന്ന് പറഞ്ഞാൽ പലതും, പാമ്പുകളാവാം, തവളകളാവാം, മുയലുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പല തരം ജീവികളും ജന്തുജാലങ്ങൾക്കും ഇത് ഒരു വീടായി മാറും. അപ്പോൾ ഇത്രയും നല്ലൊരു കാര്യം ഇവർ SNA ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഇപ്പോൾ ഈ കാണുന്ന പ്രദേശത്ത് ഈ കാണുന്ന പൂച്ചെടികളൊക്കെ ഇവിടെ ഉണ്ട്. നല്ലൊരു നേച്ചർ കൺസർവ് എന്ന് തന്നെ പറയാം. അത് മുന്നേ തന്നെ ഇവിടെ ഉണ്ട് SNAയിൽ. ഇപ്പോൾ ഈ പറയുന്ന പോലെയുള്ള വൻമരങ്ങൾ ഈ കാണുന്നത് എല്ലാം അത്യാവശ്യം നല്ല വലിയ മരങ്ങളാണ്. മാവുണ്ട് അതിൽ ഈ കാണുന്നത്, അതുപോലെ ഈ കാണുന്ന ഒരു പനയാണ്, മാവ്, പ്ലാവ്, അതുപോലെ തന്നെ ഈ വാളൻപുളി, തൃശ്ശൂരിലുള്ളൊരു കോൽപ്പുളി എന്നും പറയും. അപ്പോൾ പുളിമരമുണ്ട്. അങ്ങനെ ഇത്രയും വലിയ വൻമരങ്ങൾ ഇവിടെ പണ്ട് മുതലേ ഉണ്ട്. അപ്പോൾ അവർക്ക് കൂട്ടായിട്ടാണ് ഇപ്പോൾ ഈ ആയുർവനം ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നത് മാവാണ്. മാവ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ മാവ് തന്നെയാണിത്, പടർന്ന് പന്തലിച്ച് നിൽക്കണത്. ഈ കാണുന്നതിൻ്റെ കനോപ്പി കണ്ടാൽ തന്നെ അറിയാം, അത്രയും വിശാലമായിട്ടുള്ള വലിയൊരു മാവ്. ഇത് നേരെ കാണുന്നത് പ്ലാവാണ്. എന്ത് വെറൈറ്റി ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതുമായി ചെറിയ ചക്കകളുണ്ട്. അപ്പോൾ പ്ലാവും ഇതും ഒരു വലിയ മരം തന്നെയാണ്. ഇതാ കാണുന്നു ചക്കകൾ.
ഇപ്പോൾ സീസണാണല്ലോ, മാവിൻ്റെയും എന്ന് പറഞ്ഞാൽ മാങ്ങയും ചക്കയുടെയൊക്കെ സീസണാണ് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഒക്കെ. അപ്പോൾ ഇതൊരു പ്ലാവ്. ഈ കാണുന്നത് ഇപ്പോൾ SNAയുടെ വാഹനങ്ങളാണ്. SNA ഔഷധശാല നിങ്ങൾക്ക് അവിടെ കാണാം ബോർഡ്. അപ്പോൾ ഇത് അവരുടെ ഡെലിവറി വാൻ. അങ്ങനെ ഈ കാണുന്നതാണ് ഇല്ലത്തിൻ്റെ സൈഡ്. അപ്പോൾ ഇവിടെ ഒരു വലിയ പുളി, ഞാൻ പറഞ്ഞല്ലോ കോൽപ്പുളി എന്ന് പറയുന്ന ഒരു പുളിമരമുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയ വൻ മരങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതുമേയും അത്യാവശ്യം കിളികളും ഒക്കെ വന്ന് വിശ്രമിക്കുകയും കൂടുകൂട്ടുകയും അവർക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാനും ഒക്കെ കിട്ടും. ഇത് അണ്ണാൻ അങ്ങനെ കുറച്ച് ജീവജാലങ്ങൾക്ക്, ജന്തുക്കൾക്കൊക്കെ ഇവിടെ ഓൾറെഡി അവരുടെ വീടാണത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ MDയുടെ വീട്, ഡോക്ടർ വാസുദേവൻ മൂസ്. ഈ അടുത്ത കാലത്താണ് അത് പഴയ ഇല്ലായിരുന്നത്, അതിൻ്റെ ഭംഗി ഒട്ടും നഷ്ടപ്പെടാതെ ഒന്ന് നവീകരിച്ചെടുക്കുക ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു എടുത്തു പറയേണ്ട മരം തന്നെയാണ്. നാഗപ്പൂവ് എന്ന് മലയാളത്തിൽ പറയുന്ന കാനൺ ബോൾ ട്രീ. വളരെ ഭംഗിയുള്ള പൂക്കളും അതുപോലെ ഈ കാണുന്നതാണ് കാനൺ ബോൾ. അപ്പോൾ കാനൺ ബോൾ നിങ്ങൾക്ക് അറിയാലോ, പണ്ട് കാലത്ത് ഒരു യുദ്ധക്കോപ്പ് ആയിരുന്നു ഈ പറയുന്ന കാനൺ. അപ്പോൾ അതിൻ്റെ ആ ബോൾ ആ ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ ഈ കായകൾ ധാരാളം ഉണ്ട്. ഇതുമ്പോൾ വലിയൊരു വൻ മരമാണിത് വീണ്ടും. അപ്പോൾ ഇതിൻ്റെ പൂക്കളും ഒരു പ്രത്യേക ഭംഗിയാണ്. പൂക്കൾക്ക് കായകൾ ഇതേ ഫോം ചെയ്ത് വരുന്നു. അപ്പോൾ അതുകൂടാതെ ഇപ്പോൾ ഈ ഇല്ലത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയ മാവുണ്ട്, അങ്ങേപ്പുറത്ത് കാവാണ്. അപ്പോൾ ഇതെല്ലാം ശരിക്ക് ഒരു പഴയ ഒരു തറവാടിൻ്റെ പ്രൗഢിയോട് കൂടി തന്നെയുള്ള ഒരു ക്യാമ്പസാണ് ശരിക്ക് SNAയുടെ. അപ്പോൾ ഇത് പ്രകൃതിയോട് ചേർന്ന് ആണ് ആയുർവേദം എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഇത് അവരുടെ ചില പ്രോഡക്ട്സാണ്, നീലിഭൃംഗാദി വെളിച്ചെണ്ണ. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.